ഹായ്, ഞാൻ അനുപമ സോഫിയ, ബ്യൂട്ടി എക്സ്പേർട്ടാണ്. കഴിഞ്ഞ 2 സെഗ്മെൻറ്റ് നമ്മൾ ഉഷ ചേച്ചിയുടെ കൂടെ സൗന്ദര്യ സംരക്ഷണ ലോകത്തിൽ ചില കാര്യങ്ങൾ, ചേച്ചിയുടെ അനുഭവങ്ങൾ, ഗൾഫ് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചേച്ചിയുടെ അടുത്ത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നമ്മൾ കേരളത്തിലെ ബ്യൂട്ടീഷ്യൻസിൻ്റെ അനുഭവങ്ങളിലേക്കൊന്ന് പോയാൽ മിക്ക ബ്യൂട്ടീഷ്യൻസും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഫീൽഡ് സെലക്ട് ചെയ്യേണ്ടായിരുന്നു എന്ന്. കുറച്ച് പേര് പറയും ഈ ഫീൽഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ആശിച്ച് പാഷനായിട്ട് ചെയ്യുന്നവരുണ്ട്, എന്താ പറയുക, തൊഴിലായതുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. ആശിച്ച് ചെയ്യുന്നവരാണ് പലരും. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഒരു ഡോക്ടറെ പോലെ, ഒരു എൻജിനീയറെ പോലെ, ഒരു ടീച്ചറെ പോലെ ഭയങ്കര എന്താ പറയുക, അതാകണമെന്ന് ആർത്തിയോടെ ചെയ്ത ആ കാറ്റഗറിയിൽ പലപ്പോഴും ബ്യൂട്ടീഷ്യൻസിനെ കാണാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചേച്ചിയോട് ചോദിക്കാം, ചേച്ചിയുടെ ജീവിതത്തിൽ ഈ ഫീൽഡിൽ വരണ്ടായിരുന്നു, പെട്ടുപോയി എന്നൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ലൈഫ് ടൈമിൽ വേണ്ടിയിരുന്നില്ല, ഈ ഫീൽഡ് സെലക്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ അധികം നാളുണ്ടായിരുന്നില്ല. ഞാൻ ഗൾഫിൽ പോയപ്പോൾ സമയത്ത്, ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഗൾഫിലൊക്കെ ബ്യൂട്ടീഷ്യൻസ് നേരായ രീതിയിലൊന്നും അല്ല നടക്കണത്, അവരൊക്കെ വേറെ രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് ബ്യൂട്ടീഷ്യനാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയി കാശുണ്ടാക്കണ വേറെ രീതിയിലാണെന്ന് പറഞ്ഞൊരു വേദനാജനമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും, രാവിലെ 9 തൊട്ട് പാർലറിൽ അവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈം 9 o'clock. ആ സമയത്ത് കയറിയാൽ പിന്നെ രാത്രി നൈറ്റ് 9 o'clock നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആ സമയം വരെ നമുക്ക് പിന്നെ എവിടേക്കാണ് പോകുക? ആ സമയത്ത് ടയേർഡായി വന്നവർ റൂമിൽ കയറി അവരെന്തെങ്കിലും വെച്ച് കഴിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ മിക്കപ്പോഴും കുബൂസോ അതെന്തെങ്കിലും ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാറുള്ളൂ പാർലറിൽ പോണ സമയത്ത്. അതുപോലത്തെ അവസ്ഥയാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ ഞാൻ തരണം ചെയ്തു. ജീവിക്കണം, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ, അവർ നമുക്കൊന്നും തരില്ല. പക്ഷെ ഏത് തരും, പക്ഷെ ഏത് ഫീൽഡിനും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അപ്പം അതുപോലെ ഓരോ പ്രൊഫഷൻ ഉണ്ട്. അപ്പം എൻ്റെ പ്രൊഫഷനാണ് ബ്യൂട്ടീഷ്യൻ. ഞാൻ പഠിച്ചിരിക്കുന്ന ജോലി അതായതുകൊണ്ട് എനിക്ക് കാശുണ്ടാക്കണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. എനിക്ക് ഈ മേഖലയിൽ നിന്നും ഒത്തിരി നല്ല രീതിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടായി. എനിക്കൊരു വലിയ വീട് പണിതു, സ്ഥലം വാങ്ങിച്ചു, വീട് പണിതു, എൻ്റെ മക്കളെ ഒരു ലോൺ പോലും എടുക്കാതെ 2 പേരെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റി. ഈ ഒരു ഫീൽഡ് മാത്രം ഗൾഫിൽ 12 വർഷം വർക്ക് ചെയ്തു. തീർച്ചയായിട്ടും. അതുപോലെ മക്കളുടെ കല്യാണം കഴിച്ചു, നല്ല രീതിയിൽ കഴിപ്പിച്ചു വിട്ടു, മോളെ കെട്ടിച്ചു വിട്ടു, മോൻ കല്യാണം കഴിച്ചു, ഒക്കെ നമുക്ക് ഈ ഒരു വരുമാനം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും, അഭിമാനത്തോടെ. അതെ, അതുകൊണ്ട് ഈ ഫീൽഡിനെ വില കുറച്ച് കാണരുതെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ബ്യൂട്ടീഷ്യൻസിനെ ഒരിക്കലും പൊട്ട രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെ വില കുറച്ച് സംസാരിക്കുകയോ ചെയ്യരുത്. എല്ലാവരും അവരുടേതായ മാന്യമായി ജീവിക്കണം, അതുപോലെ തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ ബ്യൂട്ടി മേഖലയെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ടൈപ്പ് സംസാരങ്ങൾ ബ്യൂട്ടീഷ്യൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. ഒരു ടീച്ചർക്ക് കൊടുക്കുന്നൊരു മര്യാദ, ഒരു ഡോക്ടർക്ക് കൊടുക്കുന്നൊരു മര്യാദ, ഒരു അഡ്വക്കേറ്റിന് കൊടുക്കുന്നൊരു മര്യാദ, അതൊരിക്കലും ബ്യൂട്ടി സെക്ടറിൽ വരാറില്ല. ഒരു സമയം വരെ നഴ്സിംഗ് പ്രൊഫഷനെയും അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്കൊക്കെ ഓൾറെഡി അറിയാം, ഇന്ന് സൊസൈറ്റി മനസ്സിലാക്കി നഴ്സ് ഇല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കാര്യം പോക്കുക എന്നുള്ളൊരു സത്യാവസ്ഥ. അതൊരു സത്യമായ അവസ്ഥ. കാരണം എത്ര ഹീനമായ കാര്യമാണെങ്കിലും ഒരറപ്പും കൂടാണ്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല എന്ന് ഈ അടുത്തിടെ ഒരു 4-5 വർഷത്തിനകത്ത് അവർ മാലാഖമാരാണെന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് കേരള മക്കൾ എത്തി. അപ്പോൾ അതുപോലെ ബ്യൂട്ടി സെക്ടറിലും നിങ്ങൾ അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകരിൽ പലർക്കും ഉള്ള തെറ്റായ ചിന്തകളെ മാറ്റണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം പെഡിക്യൂർ എന്നൊരു വർക്ക്, പേര് പറയുമ്പോൾ പെഡിക്യൂർ, പക്ഷേ കാലിലെ എന്താ പറയുക, ചത്ത സ്കിന്നിനെ ക്ലീൻ ചെയ്ത് നന്നാക്കി ഭംഗിയാക്കി കൊടുക്കുന്നൊരു സാധനമാണ് ആ വർക്ക്. അപ്പം നമുക്ക് തന്നെ സ്വന്തം വീട്ടിലെ ഇനിയൊരു ആളിൻ്റെ കാല് ക്ലീൻ ചെയ്ത് അവരുടെ നെയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ഇടയെല്ലാം ഒന്ന് സ്വന്തമായിട്ടിരുന്നൊന്ന് കഴുകിയൊക്കെ നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ആ ബുദ്ധിമുട്ടെന്തോന്ന്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷത്തോടെ ഒരു ജോലി എന്ന നിലയിൽ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നവരാണ്. മാത്രമല്ല ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ലൈസൻസ് ട്രീറ്റ്മെൻറ്റ്, ഈ പേനിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബ്യൂട്ടി പാർലറുകളിൽ ഒരുപാട് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ചെയ്യുന്ന ബ്യൂട്ടീഷ്യന് വരുന്ന 10 ദിവസത്തിനകത്ത് നിറഞ്ഞിരിക്കും. പക്ഷെ അത്
ചിന്തിക്കാണ്ട് വന്നാലും കുഴപ്പമില്ല, നമ്മുടെ മുൻപിലിരിക്കുന്ന കസ്റ്റമറുടെ ഹെയർ നന്നായിട്ട് ഭംഗിയാക്കുക, അവരുടെ തല വൃത്തിയാക്കി കൊടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടെ ചെയ്യുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ബ്യൂട്ടീഷ്യൻസ് എന്നുള്ളത്. എവിടെയെങ്കിലും കാണുന്ന ഒറ്റപ്പെട്ട അനുഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ച് നമുക്ക് വിലയിടരുത് അല്ലേ. ഒറ്റപ്പെട്ട അത് എല്ലാ മേഖലയിലുണ്ടല്ലോ, പിന്നെ എല്ലാ മേഖലയിലും ഉണ്ട്. ഡോക്ടേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും നേഴ്സ് ആയാലും എല്ലാറ്റിലും ഉണ്ട്. പക്ഷെ ഇതിൽ എല്ലാ മേഖലയിലും ഒരുപാട് വീട്ടുകാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ചേച്ചി റോൾ മോഡൽ ആകുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോവുകയും ആ പഠിപ്പിച്ച ചേച്ചിയുടെ കൂടെ, അതായത് അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ മാമിൻ്റെ സപ്പോർട്ടോടുകൂടെ വളരെ ഇഫക്റ്റീവായിട്ട് ഈ മേഖലയിൽ നിൽക്കണം എന്നൊരു എക്സ്പോസിങ് ആ ഒരു ഫീൽ ആളിന് കിട്ടുകയും. അപ്പം കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടവർക്കറിയാം, കരി എഴുതാതാ ഞാൻ പോയത്, പൊട്ട് തൊടാണ്ടാ ഞാൻ മീൻസ് ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ടാ ഞാൻ പോയത്. പക്ഷേ അവിടുന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, അവിടുത്തെ മാഡം എന്നോട് പറഞ്ഞു, നീ അതൊക്കെ ചെയ്യണം എന്നാലേ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എന്നോടത് പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഇതുവരെയും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം ഇത്രയൊക്കെ ഉള്ളൂ ചേച്ചി എന്നുള്ളത്. അപ്പം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാഡത്തെ കിട്ടിയതുകൊണ്ട്, മാഡത്തിൻ്റെ പേരെന്താ പറയുക, സിൽവി ചേച്ചി. ഓക്കെ, നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള സിൽവി ചേച്ചി. അപ്പോൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാമിനെ കിട്ടിയത് കൊണ്ടാണ് ഉഷ ചേച്ചിക്ക് ഇന്ന് ഈ നിൽക്കുന്ന ഉഷ ചേച്ചി ആകാൻ പറ്റിയത്. ചേച്ചിയുടെ വീടാണ് ഈ കാണുന്ന സംഭവം. പുറകിൽ വീട് വസ്തു വാങ്ങിച്ചു, വീട് വെച്ചു, മോളെ കെട്ടിച്ചു, മോനെ പഠിപ്പിച്ചു. രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, മോനും മോളും. വളരെ നല്ല സെറ്റിൽഡ് ഫാമിലിയിൽ തന്നെ അവർ ആയി അല്ലേ. അപ്പോൾ ആ ഒരു അഭിമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ബ്യൂട്ടി സെക്ടറിൽ നിന്നാണ് ചേച്ചിക്ക് വന്നത്. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പം അവരവരുടെ ജീവിതത്തിൽ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ പറയും. അപ്പം നോർമലി പഠിച്ചിട്ട് എന്താ പറയുക, ബേസിക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് അവരേതെങ്കിലും പാർലറിൽ ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അവിടുത്തെ വലിയ മാമിൻ്റെ അല്ലെങ്കിൽ ആ പാർലറിൻ്റെ ഓണറുടെ മുമ്പിൽ ആ കുട്ടികൾക്ക് പഞ്ചപുച്ഛം അടച്ച് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല, അവർ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് കോമഡികൾ നമ്മുടെ അടുത്ത് പറയും, മാം അവിടെ അങ്ങനെ ഞാൻ കണ്ടു, ഇവിടെ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി, അങ്ങനെയൊക്കെ. അങ്ങനെ തോന്നിയ, ഫീൽ ചെയ്ത, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഈ ഫീൽഡിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച, നമ്മുടെ ഫീൽഡിൻ്റെ ഒരു എന്താ പറയുക നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ആ ഒരു ഏരിയ വരാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ പാർലറിൽ വരുമ്പോൾ ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറച്ച എന്തെങ്കിലും സംഭവങ്ങൾ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ചേച്ചി മറ്റൊരു പാർലറിൽ വർക്ക് ചെയ്ത് ടാലൻ്റ് ആയിട്ടാണ് ഗൾഫിൽ തന്നെ പല പാർലറുകൾ സ്വന്തമായി പാർലർ ഉള്ളത്. അവിടെ ചെയ്ത ആ കാര്യങ്ങളൊന്നും എൻ്റെ പാർലറിൽ ഞാൻ ചെയ്യില്ല, എൻ്റെ സ്വന്തം പാർലറിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് നമ്മുടെ എന്താ പറയുക കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി പറയാനുണ്ട്. അവിടെ ഞാൻ പാർലറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷഹനാസ് ഗോൾഡ് ഫേഷ്യൽ അവിടെ കുവൈറ്റികൾക്കും നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ഇത് കിട്ടുമല്ലോ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഒരു ദിവസം അങ്ങനെ വന്നപ്പോൾ സത്യത്തിൽ ആ ക്രീം കഴിഞ്ഞു പോയി, ഗോൾഡ് ഫേഷ്യലിന്റെ ക്രീം കഴിഞ്ഞു, ഗോൾഡ് ഫേഷ്യലിന്റെ ക്രീം കഴിഞ്ഞു. അപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മാഡം ഇവിടെ ക്രീം ഇല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് ഫേഷ്യലിനാണ് വന്നിരിക്കണേന്ന് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടൊരു കസ്റ്റമറെ തിരിച്ചുവിടാൻ പറ്റുമോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല, ഗോൾഡ് ഫേഷ്യൽ ചോദിച്ചു വന്ന കസ്റ്റമറെ തിരിച്ചുവിടാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഗോൾഡ് ഫേഷ്യലിൻ്റെ ആ ബോട്ടിലിൽ വേറെ ക്രീം എടുത്തിട്ട് അതിലിട്, എന്നിട്ട് അവർ കാണുമ്പോൾ ഗോൾഡ് ഫേഷ്യലാണല്ലോ അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ആ ഒരു ഇതിൽ അവർക്ക് കിട്ടില്ലല്ലോ. പ്രൊഡക്റ്റ് വ്യത്യാസം നമുക്ക് ചെയ്യുമ്പോഴും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ അല്ല. അപ്പം ഒരു കുറ്റബോധം തീർച്ചയായിട്ടും. അതെ. അപ്പം ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ എന്തെങ്കിലും ഒരു പാർലർ ഇടുകയാണെങ്കിൽ ഈ വക പരിപാടികൾ നടക്കില്ല, സത്യസന്ധമായി നമുക്ക് ചെയ്യാം, അത് മതി, ഇല്ലെങ്കിൽ ഇല്ല, വേറെ പ്രൊഡക്റ്റ് വെച്ച് ഞാൻ ചെയ്യാം, അതെ നല്ല റിസൾട്ട് കിട്ടും, നിങ്ങൾ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞുവിടാം. അല്ലാതെ ഇനി ഒരിക്കലും അതുപോലെ ചെയ്യില്ലെന്ന് അന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. അപ്പം ഇതുപോലെ നടക്കുന്നുണ്ടായിരിക്കാം, പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരോടൊന്നും എതിർത്ത് പറയാൻ പറ്റിയില്ലേ? ഇല്ല, ഒന്നും നമ്മൾ അവരുടെ കീഴിൽ നിൽക്കുമ്പോൾ നമ്മൾ എതിർത്ത് പറയുമ്പോൾ അവർ നമ്മുടെ ജോലിയിൽ തന്നെ ചിലപ്പോൾ പറഞ്ഞു വിട്ടുന്നിരിക്കും. അവർ പറയണതല്ലേ നമുക്കവിടെ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടിയപ്പോഴെങ്കിലും ചേച്ചിക്കൊന്ന് പറയാൻ പറ്റിയോ ഇങ്ങനെ ചെയ്യരുതെന്ന്? പറ്റിയിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനെ പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ അവിടുത്തെ കുവൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, പെട്ടെന്ന് ചിലപ്പോൾ നല്ല സ്നേഹം വരാം. സമയത്തൊക്കെ അവർ പറയണ പോലെ നമ്മളെ പറ്റിയില്ല.
പക്ഷെ ഞാൻ എപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യാറുള്ളൂ. ഇവിടെ ആയാലും കസ്റ്റമേഴ്സ് പറയും നീ ചെയ്യുന്ന ഡ്യൂട്ടി അത്ര ആത്മാർത്ഥമായിട്ട് നീ ചെയ്യണം, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വിളിക്കണേന്ന്. കുവൈറ്റുകളായാലും കുവൈറ്റ് കസ്റ്റമേഴ്സും കണ്ടമാനുണ്ടായിരുന്നു എനിക്ക്. അവരും ഇത് തന്നെ പറയും, നിന്റെ ഇതുപോലൊരു വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയും. അതുപോലെ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരിക്കാം, മസാജൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഹെൽത്ത് പോലും നോക്കാതെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു അവർക്ക്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയതാണ് ഈ ഗുഡ് സർട്ടിഫിക്കറ്റ്. അതെ അതെ. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് എന്താ പറയുക, പാർലറിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, പാർലറിൻ്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പല പാർലറുകളിലും ഇരുട്ട് റൂമിലാണ് ഫേഷ്യൽ ചെയ്യുന്നത്. ഒരു അരണ്ട വെളിച്ചം മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അകത്ത് നിന്ന് അവർ ഉദ്ദേശിക്കുന്ന റിലാക്സേഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരി, അങ്ങനെ തന്നെ റൂം ആയിക്കോട്ടെ. പക്ഷേ എന്ത് പ്രോഡക്റ്റാണ് ചെയ്യുന്നതെന്ന് പോലും ക്ലയൻറ്റിന് കാണിക്കാറില്ല. 3500, 4000, 5800 ഇതൊക്കെയാണ് അവരുടെ ഫേഷ്യലിൻ്റെ തന്നെ റേഞ്ച്. ഇങ്ങനെ പല പല പ്രോഡക്റ്റ് റേഞ്ച് ഉണ്ട്. അവർ ഈ അകത്ത റൂമിൽ പോയി സാധനം എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നൊരു മെത്തേഡ്, അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഓരോ കസ്റ്റമർക്കും അവരുടെ അവകാശമാണ് അവരുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാനുള്ളത്. അത് എൻ്റെ പാർലറിലാകട്ടെ, ഉഷേച്ചിയുടെ പാർലറിലാകട്ടെ, ഇനി ആരുടെ പാർലറിലായാലും നമ്മുടെ ഫേസിൽ, നമ്മുടെ ഹെയറിൽ നമുക്ക് പെഡിക്യൂർ മെനിക്യൂർ ചെയ്യുമ്പോൾ, നമുക്ക് ബോഡി മസാജ് ചെയ്യുമ്പോൾ, നമ്മുടെ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഏതാണ്, ഏത് കമ്പനിയുടേതാണ് എന്ന് അറിയാനുള്ള അവകാശം ഓരോ കസ്റ്റമേഴ്സിനും ഉണ്ട്. അപ്പം ഇപ്പോൾ ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇനിയൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഷഹനാസ് ഹുസൈൻ്റെ ബോട്ടിലിൽ മറ്റൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് നീ ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരുപാട് സ്റ്റാഫ് നമ്മുടെ കേരള ബ്യൂട്ടി മേഖലയിലും കാണാം. പക്ഷേ നിങ്ങൾക്ക് എത്തിക്സ് അല്ല എന്ന് തോന്നുന്ന കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ലയൻറ്റിൻ്റെ മുൻപ് വെച്ച് ഇവരെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ആ ഒരു ടൈം കൊണ്ട് നിർത്തുക. വൈകുന്നേരമെങ്കിലും ആ മാമിനോട്, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് തന്ന് ചെയ്യാൻ പറഞ്ഞ നിങ്ങളുടെ ഓണറോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. എത്ര ബിസിനസ് മൈൻഡഡ് ആണെന്ന് പറഞ്ഞാലും, ബിസിനസ് വേണം, നമ്മളെല്ലാവരും ചെയ്യുന്ന ബിസിനസ്സാണ്, എന്നാൽ പോലും വരുന്ന ക്ലയൻറ്റ് ആഗ്രഹിക്കുന്നത് ഗുഡ് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, അവർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് കൂടാണ്. അപ്പം ആ പ്രോഡക്റ്റിന് പകരം ഇനി ഒരു ബോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ബ്യൂട്ടീഷ്യൻസ് തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റ് ശ്രദ്ധിക്കുമ്പോൾ, എക്സ്പയറി എല്ലാം നോക്കിയുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് വരുന്ന ഓരോ ക്ലയൻസും നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ഹെയറിൽ, നിങ്ങളുടെ ആ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ് ആണെന്ന് അറിയാനും കാണാനും മനസ്സിലാക്കാനുമുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ചിലരിങ്ങനെ പറയും, റേറ്റ് വ്യത്യാസമാണല്ലോ, ആ പാർലറിൽ 500 രൂപ, അതേ പ്രോഡക്റ്റ് ഈ പാർലറിൽ 2000 രൂപ. അപ്പം അത് ഒരു പ്രശ്നമാണ്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരുടെ റെൻറ്റിന് വ്യത്യാസമുണ്ട്. ഒരു 2000 സ്ക്വയർ ഫീറ്റ് പാർലർ എടുത്ത് നടത്തുന്ന ഒരാൾ കൊടുക്കുന്നത് ചിലപ്പോൾ 30,000 35,000 ആയിരിക്കും റെൻറ്റ്. ഒരു 10-10 പാർലർ ഒരു 100 സ്ക്വയർ ഫീറ്റ് എടുക്കുന്നവർക്ക് 3,000-4,000 മതിയാവും. അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മുടെ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ പാർലറിൽ ഉപയോഗിക്കുമ്പോൾ 500 രൂപ വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് മുതലാവില്ല. കറണ്ട് ബില്ല്, വെള്ളം ബില്ല്, സ്റ്റാഫിൻ്റെ സാലറി എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറിൽ വ്യത്യാസങ്ങളും ചില പാർലറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പിന്നെ ചെയ്യുന്ന വ്യക്തികളുടെ പ്രത്യേകതകൾ വെച്ച് വരെ ഇപ്പോൾ റേറ്റ് ഇടുന്നുണ്ട്. ഇന്ന വ്യക്തി ഹെയർ കട്ട് ചെയ്താൽ ഈ റേറ്റ്, ഇന്ന വ്യക്തി ഫേഷ്യൽ ചെയ്താൽ ഈ റേറ്റ് ചോദിച്ചു വരുന്നവരുണ്ട് കസ്റ്റമേഴ്സ്. അപ്പൊ അത് തെറ്റല്ല. അപ്പൊ റേറ്റ് നിങ്ങൾക്ക് കൺവിൻസ് ആണെങ്കിൽ ചെയ്യൂ. പക്ഷെ പ്രോഡക്റ്റ് ഏതെന്ന് അറിഞ്ഞ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്, അല്ലേ? അപ്പൊ കംപ്ലയിൻസ് വരാതിരിക്കും. എല്ലാ ബ്യൂട്ടീഷ്യൻസും അവരുപയോഗിക്കുന്ന ഷോപ്പിലെ പ്രോഡക്ട്സ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റാണെന്നുള്ളത് ക്ലയൻറ്റിന് കാണിക്കുക. ഓരോ ക്ലയൻറ്റും ചെല്ലുമ്പോൾ തന്നെ എനിക്ക് ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്താ പറയുക, പാർലറിലെ മാമിനോട്, ആ പാർലറിൽ ചെയ്യുന്ന ബ്യൂട്ടീഷ്യനോട് ചോദിക്കുക. ഓക്കെ, ശരി. ചേച്ചിയുടെ അടുത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇനിയും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട്, ഇനിയും എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? കേരള ബ്യൂട്ടി സെക്ടറിന് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണം, എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ? എങ്കിലും ഒക്കെ പറയണം, എല്ലാവർക്കും അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. എനിക്ക് ഇത്ര വർഷം എനിക്കുള്ള അറിവ്, എൻ്റെ നോളജ് വെച്ചിട്ട് ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ആവാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ എത്ര പേര് വന്നാലും
നമുക്ക് അതിനുള്ള രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അവർക്ക് എനിക്കുള്ള അറിവ് ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കും. അതുപോലെ നല്ലൊരു ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാൻ വരുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് വൈസ് എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതുപോലെ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും എൻ്റെ പാർലറിൽ ഉണ്ട്. അതനുസരിച്ച് ബുക്കിംഗ് അനുസരിച്ച് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നേരത്തെ വിളിച്ച് പറഞ്ഞു വന്നാൽ അതുപോലെ ചെയ്തു കൊടുക്കാനും സാധിക്കും. ബില്ലിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അതനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യണത് എല്ലാ കാര്യങ്ങളും. ശരി, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഓക്കെ. ഇന്നത്തെ ഈ സെഗ്മെൻറ്റ് നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ കുറേ ബ്യൂട്ടീഷ്യൻസ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചുറ്റുമുള്ള സൗന്ദര്യ സംരക്ഷകർ. അങ്ങനെ ഓരോ വ്യക്തികളെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവരുടെ അനുഭവത്തിലൂടെ നമുക്ക് ഗോ ത്രൂ ചെയ്യാം. അവരിൽ നിന്നുള്ള നല്ല നല്ല ടിപ്സുകളും കാര്യങ്ങളും നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും എന്തെങ്കിലുമൊക്കെ ടിപ്സും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കില്ലേ, അപ്പോൾ നിങ്ങളുടെ ആവശ്യം അതെന്തായാലും ബ്യൂട്ടി സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായിട്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ഓരോ ആഴ്ചയിലെയും പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയ നിവാരണങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ചെയ്തു തരും. ഓക്കെ. അടുത്ത പ്രോഗ്രാമുമായി കാണും വരയ്ക്കും വണക്കം.